നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭാരതപ്പുഴയിൽ പുൽക്കാടുകളിൽ വീണ്ടും തീപിടുത്തം. പട്ടിത്തറ രണ്ടാലിന് സമീപമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് തീ പടർന്നു പിടിച്ചത്. കിലോമീറ്ററുകളോളം ദൂരത്തിൽ പുഴയിലെ പുൽക്കാടുകൾ കത്തിയമർന്നു. വേനലാരംഭത്തിൽ തന്നെ പലതവണ പുഴയിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഭാരതപ്പുഴയിലുള്ള പുൽക്കാടുകൾക്കുണ്ടാകുന്ന തീപിടുത്തം ജൈവസന്തുലിതാവസ്ഥയ്ക്ക് നാശം വരുത്തുന്ന അവസ്ഥയായിരിക്കുകയാണിപ്പോൾ. തൃത്താല മേഖലയിൽ ദേശാടന പക്ഷികളും അപൂർവങ്ങളായ പക്ഷിയിനങ്ങളും കൂടുതലുള്ള ഭാഗമാണ് വെള്ളിയാങ്കല്ലും പട്ടിത്തറ കൂട്ടക്കടവ് പരിസര പ്രദേശവുമെല്ലാം. തീപിടുത്തത്തെ തുടർന്ന് പട്ടാമ്പിയിൽ നിന്നും ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പട്ടാമ്പി പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം വീണ്ടും തുടങ്ങി. മഴക്കാലം വരുന്നതിന് മുമ്പ് അടിപ്പാത തുറന്നു കൊടുക്കാനാണ് ലക്ഷ്യം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരുടെ റെയിൽപാളം മുറിച്ചുകടന്നുള്ള അപകടകരമായ യാത്രയ്ക്ക് അടിപ്പാത വരുന്നതോടെ പരിഹാരമാകും. പട്ടാമ്പി പെരുമുടിയൂർ ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് റെയിൽപാളം മുറിച്ചു കടക്കാതെ ഇരുഭാഗങ്ങളിലേക്കും എത്തിപ്പെടാൻ ലക്ഷ്യമിട്ടാണ് പെരുമുടിയൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മിക്കുന്നത്. സ്കൂളിന്റെയും പ്രദേശത്തുകാരുടെയും ഏറെക്കാലത്തെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത്. കഴിഞ്ഞ വർഷമാണ് റെയിൽവേ 95.36 ലക്ഷം രൂപ ഇതിനായി നീക്കിവെച്ചത്. കഴിഞ്ഞ വേനലിൽ ഇതിന്റെ പ്രവൃത്തികൾ തുടങ്ങിയിരുന്നു. മഴ തുടങ്ങിയതോടെ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. ഇതിനിടെ കർഷകർ ഇവിടെ നെൽകൃഷിയും ആരംഭിച്ചിരുന്നു. ഇപ്പോൾ പാടത്തെ വിളവെടുപ്പ് പൂർത്തിയായ സാഹചര്യത്തിലാണ് വീണ്ടും പ്രവൃത്തികൾ പുനരാരംഭിച്ചത്. 14 മീറ്റർ നീളത്തിലാണ് അടിപ്പാതയുടെ നിർമ്മാണം. 1.85 മീറ്റർ ഉയരവും 2.50 മീറ്റർ വീതിയും നടപ്പാതയ്ക്കുണ്ട്. കോൺക്രീറ്റ് ബ്ലോക്സ് നിർമ്മാണവും നേരത്തെ തന്നെ പൂർത്തിയാക്കിയതാണ്. ഇനി റെയിൽവേ പാളത്തിന് താഴെയുള്ള അടിഭാഗം തുരക്കാനും ക്രെയിൻ വഴി കോൺക്രീറ്റ് ബ്ലോക്സുകൾ തള്ളി അടിയിൽ സ്ഥാപിക്കുവാനുള്ള പണിയുമാണ് അവശേഷിക്കുന്നത്. ഇതിനായി താൽക്കാലിക ഗാർഡറുകൾ സ്ഥാപിക്കുകയും വേണം. ട്രെയിൻ ഗതാഗതത്തിന് തടസ്സമുണ്ടാവാത്ത രീതിയിൽ കോൺക്രീറ്റ് ബ്ലോക്സുകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വർഷങ്ങളായി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടത്തി വന്നിരുന്ന അപകടകരമായ റെയിൽപാളം മുറിച്ചു കടന്നുള്ള യാത്രയ്ക്കും പരിഹാരമാകും. UR പ്രദീപ് MLA നയിക്കുന്ന ചേലക്കര മണ്ഡലം വികസന മുന്നേറ്റ ജാഥയ്ക്ക് തൊഴുപ്പാടത്തു നിന്നും തുടക്കമായി. AC മൊയ്തീൻ MLA ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. UR പ്രദീപ് MLA ക്യാപ്റ്റൻ, P ശ്രീകുമാരൻ വൈസ് ക്യാപ്റ്റൻ, PA ബാബു മാനേജർ എന്നിവരാണ് ജാഥയെ നയിക്കുന്നത്. ജാഥയ്ക്ക് തളി സെന്ററിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പാർട്ടി വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ ജാഥ ക്യാപ്റ്റനെ ഹാരമണിയിച്ചു. നിങ്ങൾക്ക് മിണ്ടാൻ പറ്റാത്ത പുതിയ പാർട്ടികൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ നേതാക്കന്മാരല്ലേ വരി വരിയായി ഇപ്പോ അന്വേഷണ ഏജൻസി വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എവിടെ നിങ്ങൾ പാട്ട്? അതാണ് ഇടതുപക്ഷ നിലപാട്. തെറ്റ് ചെയ്തവരെ പിടിക്കപ്പെടും. പക്ഷെ ഇവിടെ ഞങ്ങൾ ഈ നാടിന് മുമ്പ് വെച്ചത് വികസനമാണ്. ആ വികസനം പറഞ്ഞ വാക്ക് കൃത്യമായി ഞങ്ങൾ പാലിക്കും. എണ്ണി പാലിക്കും. അത് പാലിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ. ഇത് ഇനിയും തുടരും എന്ന കാര്യത്തിൽ സംശയമില്ല. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓട്ടോ, ടാക്സി, ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CITU ജില്ലാ കമ്മിറ്റി അംഗം TV ഗിരീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ അശാസ്ത്രീയമായ പുതിയ ട്രാഫിക് നിയമപരിഷ്കാരങ്ങൾ പിൻവലിക്കുക, യുക്തിസഹമല്ലാത്ത കാര്യങ്ങൾക്ക് വാഹനങ്ങളുടെ പെർമിറ്റ് സസ്പെൻഷൻ, ഡ്രൈവറുടെ സസ്പെൻഷൻ തുടങ്ങിയ നിയമങ്ങൾ പിൻവലിക്കുക, അന്യായമായി വർദ്ധിപ്പിക്കുന്ന ഫീസുകൾ, ഇൻഷുറൻസ് പ്രീമിയം എന്നിവ പിൻവലിക്കുക, ഇന്ധനവില വർധനവ് തടയുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓട്ടോ, ടാക്സി, ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU പട്ടാമ്പി ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി ഓറിയന്റൽ ഇൻഷുറൻസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നിരവധി തൊഴിലാളികൾ മാർച്ചിൽ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ കമ്മിറ്റി അംഗം TV ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം വന്ന ബജറ്റിൽ ഉൾപ്പെടെ 6 വർഷത്താണ് BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നിലനിൽക്കുന്നത് എന്ന് ആ ബജറ്റ് അവതരണത്തിലെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഇവിടുത്തെ വൻകിട ഓപ്പറേറ്റീവുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വാരിക്കോരി ഇളവുകൾ നൽകപ്പെടുന്ന നയ സമീപനം സ്വീകരിച്ചുകൊണ്ട് പോകുന്ന അനുഭവമാണ് നമ്മൾ കാണുന്നത്. നേരെ മറിച്ച്
വളരെ ദുർബലമായ ജനവിഭാഗങ്ങളെ, തൊഴിലാളികളെ, കർഷകരെ എല്ലാം തന്നെ രണ്ടാംതരം പൗരന്മാരാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന മേഖല എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ്. രണ്ടാമത് നിലനിൽക്കപ്പെടുന്നത് ഓട്ടോ തൊഴിലാളി മേഖലയിലാണ്. ഈ രണ്ട് മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കും. ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലയെ എല്ലാം തന്നെ തകർക്കുന്ന നിലപാടുമായി കൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുകയാണ്. അപ്പോൾ നോക്കൂ, കർഷകരുടെ വലിയ തരത്തിലുള്ള സമരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് നമ്മുടെ രാജ്യം. കർഷകർക്ക് പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ ഇവിടുത്തെ കർഷകരെ തകർത്തുകൊണ്ട് കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ച നയം കൊണ്ടുവരികയും നിയമം കൊണ്ടുവരികയും ആ നിയമത്തിനെതിരെ ഒരു വർഷക്കാലം കർഷകരുടെ വലിയ സമരങ്ങൾ നമ്മുടെ രാജ്യം കണ്ടതാണ്. അത്തരമുള്ള സമരത്തിലേക്ക് കാർഷിക മേഖലയിൽ നിൽക്കുന്ന അനുഭവം നമ്മൾ കാണാം. അതിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത രൂപത്തിലേക്കാണ് ഓട്ടോ തൊഴിലാളി മേഖലയിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾ. ആ നിയമങ്ങളെല്ലാം തന്നെ ഏറ്റവും സാധാരണക്കാരായ ആളുകളാണ് ഈ തൊഴിലാളികൾ. പ്രത്യേകം ഓട്ടോ തൊഴിലാളികളെല്ലാം തന്നെ പൈസ അങ്ങനെ ഉണ്ടാക്കി ഡെപ്പോസിറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളല്ല. ദൈനംദിനമായി തങ്ങൾക്കുള്ള വരുമാനം ലഭിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി തങ്ങളുടെ കുടുംബം കഴിയുന്ന അത്തരത്തിൽ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വളരെ വിഷമപ്പെട്ടുകൊണ്ട് പോകുന്ന ആളുകളാണ് ഓട്ടോ തൊഴിലാളി രംഗത്തുള്ളത്. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി രാമചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. MR ജയശങ്കർ, T ഉണ്ണികൃഷ്ണൻ, VV ശ്രീധരൻ, KN കൃഷ്ണകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ പൈലിപ്പുറം കാലടിക്കുന്ന റെഗുലേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പുഴയിൽ വെള്ളം വറ്റിയതോടെ വീണ്ടും പ്രവൃത്തികൾ തകൃതിയായി. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി. തിരുവേഗപ്പുറ തൂതപ്പുഴയിൽ സ്ഥിരം തടയണ വേണമെന്നത് ഏറെക്കാലത്തെ ആവശ്യമാണ്. ഈ ആവശ്യമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. തൂതപ്പുഴയിലെ തിരുവേഗപ്പുറ പൈലിപ്പുറം കാലടിക്കുന്നിലാണ് റെഗുലേറ്ററിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നത്. 5 തൂണുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയാവുകയാണ്. പുഴയിൽ വെള്ളം കുറഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത്. 25.5 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനാണ് നിർമ്മാണ ചുമതല. നിർമ്മാണ പ്രവൃത്തികൾ വീണ്ടും ആരംഭിച്ച സാഹചര്യത്തിൽ മുഹമ്മദ് മോസിൻ MLA നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്താനെത്തി. തൂതപ്പുഴയ്ക്ക് കുറുകെ തിരുവേഗപ്പുറ പഞ്ചായത്തിനെയും മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. ഇരുപ്രദേശത്തെയും കുടിവെള്ളക്ഷാമ പരിഹാരത്തിനും ജലസേചനത്തിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി. കഴിഞ്ഞ മാർച്ചിലാണ് പണി തുടങ്ങിയത്. മഴക്കാലമായതോടെ ജൂണിൽ പ്രവൃത്തികൾ നിർത്തിവെച്ചിരുന്നു. ഇരുപ്രദേശത്തുമായി 9 തൂണുകളാണ് നിർമ്മിക്കുക. 8 ഷട്ടറുകളും ഉണ്ടായിരിക്കും. ഇതിൽ 5 തൂണുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തിയാകുന്നത്. റെഗുലേറ്റർ, നടപ്പാലം, ഓപ്പറേറ്റിംഗ് പ്ലാറ്റ്ഫോം, പ്രവേശന റോഡ്, പുഴയോര വശ സംരക്ഷണ പ്രവർത്തനം തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. തടയണ യാഥാർത്ഥ്യമാകുന്നതോടെ പുഴയിൽ 3 കിലോമീറ്ററോളം വെള്ളം സംഭരിക്കാനാവും. കൈവരികൾ ഉൾപ്പെടെ 15 മീറ്റർ വീതിയിലാണ് നടപ്പാലം നിർമ്മിക്കുക. പദ്ധതി പ്രദേശത്തേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുവരുവാൻ റോഡില്ലാത്ത വലിയ വെല്ലുവിളിയായിരുന്നു. പ്രദേശവാസി സ്ഥലം വിട്ടു നൽകി ഇതിനുള്ള പ്രശ്നവും പരിഹരിച്ചെന്നും നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും മുഹമ്മദ് മോസിൻ MLA പറഞ്ഞു. നമ്മുടെ തിരുവേഗപ്പുറ തടയണ എന്ന് ദീർഘകാലമായി പറയുന്ന തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെയും ഇരുമ്പുളിയം പഞ്ചായത്തിന്റെയും ഇടയിൽ തൂതപ്പുഴയ്ക്ക് ഉള്ളിലായിട്ട് വരുന്ന ഏറ്റവും വലിയ ഒരു തടയണ, റെഗുലേറ്റർ, പുതിയൊരു തടയണ, അത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെന്റ് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിക്കുന്നു. ഇടക്കാലത്ത് ചെറിയൊരു തടസ്സമുണ്ടായിരുന്നത് ഇവിടേക്ക് വാഹനങ്ങൾ വരാനുള്ള തടസ്സമായിരുന്നു. തെക്കുംപറമ്പിൽ കുഞ്ഞിപ്പാക്കാത്ത പറയുന്ന നമ്മുടെ ശൈതലവിക്ക സ്ഥലം വിട്ടു തന്നാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വാഹനങ്ങളൊക്കെ ഇറക്കി വളരെ വേഗത്തിൽ ഇപ്പോൾ വർക്ക് തുടങ്ങിയത്. കുഞ്ഞിപ്പാക്ക നമ്മളെ വിട്ടുപിരിഞ്ഞു എങ്കിലും വലിയൊരു സഹായമാണ് അദ്ദേഹം ചെയ്തത്. എന്തായിരുന്നാലും ഈ റോഡ് ഈ റെഗുലേറ്റർ വളരെ വേഗത്തിൽ നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ 2 പഞ്ചായത്തിലുമുള്ള കൃഷിക്കാർക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ഏറെ പ്രയോജനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ജൂണിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചെങ്കിലും മാസങ്ങൾക്ക് മുമ്പാണ് ഇതിന്റെ ഔപചാരികമായ നിർമ്മാണോദ്ഘാടനം നടന്നത്. അതിവേഗത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. സമയബന്ധിതമായി തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഹമ്മദ് മോസിൻ MLA സൂചിപ്പിച്ചു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.